ഗുണ്ടയുടെ സൽക്കാരത്തിൽ ഡിവൈഎസ്പി എം.ജി. സാബു കുടുങ്ങി. സർക്കാർ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലോട്ട് നീങ്ങി. മുഖ്യമന്ത്രി അതിന് നിർദ്ദേശം കൊടുത്തു. ഞായറാഴ്ചയാണ് ഈ സംഭവം. അങ്കമാലി പുളിയനം കാട്ടുചിറയിലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഗുണ്ടയായ ഫൈസലിന്റെ വീട്ടില് ഒരു പ്രൈവറ്റ് കാറിൽ 4-5 പേര് എത്തിയതായി അങ്കമാലി SIക്ക് വിവരം കിട്ടി. SIയുടെ സർവൈലൻസിൽ ആണ് ഫൈസൽ എന്ന് ഉറപ്പാണ്. കാരണം തൻ്റെ ഏരിയയിലുള്ള ഗുണ്ടകളെ വാച്ച് ചെയ്യാനോ ആ SI അവിടെ നടക്കുന്ന നീക്കങ്ങളെല്ലാം അപ്പോൾ അറിയുന്നു എന്നാണ്. അദ്ദേഹത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. അങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്. ഞാൻ പല പ്രാവശ്യവും പല സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ ഏരിയയിലുള്ള പഴയ ഗുണ്ടകളെയും പുതിയ ഗുണ്ടകളെയും എപ്പോഴും വാച്ച് ചെയ്യണം. രാത്രിയും പകലും അവരവിടെ ഉണ്ടോ, അവരുടെ വീട്ടിൽ വരുന്നവർ ആരൊക്കെ, ഇതൊക്കെയാണ് വാച്ച് ചെയ്തെങ്കിലേ നമുക്ക് ഇവരെ ഒതുക്കാൻ കഴിയുള്ളൂ. ഏതായാലും അങ്കമാലി SI കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു മനസ്സിലായി. ഉച്ച കഴിഞ്ഞ് 4-5 മണിയോടുകൂടി ആ ഗുണ്ടയുടെ വീട്ടില് ഒരു പ്രൈവറ്റ് കാറിൽ 4-5 പേര് വന്നിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടി. ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹം അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ 3-4 പേരെ കണ്ടു. ഒരു കാറ് കണ്ടു, പ്രൈവറ്റ് വണ്ടി. 3-4 പേര് അകത്തുണ്ട്. അദ്ദേഹം ഗുണ്ടയുടെ വീടിനകത്ത് കയറി നോക്കി. അപ്പോൾ ഒരാള് അവിടെ ഒരു ബാത്റൂമില് ശുചിമുറിയില് ഒളിക്കുന്നു. ആരാന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പുതിയ SI ആണ്. അവിടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചപ്പോൾ അത് DYSP ആണെന്ന് പറഞ്ഞു. എന്തിനിവിടെ വന്നു? അതൊരു വിരുന്നിന് വന്നു, ഒരു സൽക്കാരത്തിന് വന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണ്ടയെ പരിചയം? ഞങ്ങൾക്ക് പരിചയമില്ല. DYSP പറഞ്ഞു ഇവിടെ ഒന്ന് കയറണം, ഇവിടെ ഒരു സിനിമാ നടനുണ്ട്, അത് DYSPയുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞപ്പോൾ അവർ വീട്ടിൽ വന്ന് കയറി. അവിടെ വിരുന്നിന് തയ്യാറായി. DYSPയുടെ പരിചയക്കാരനാണെന്ന് ഉറപ്പായി. എന്താണ് ഒരു ഗുണ്ടയുമായിട്ട് ഇതുപോലെ ബന്ധം? ആ ഗുണ്ടയുടെ വീട്ടിൽ പോവുക, സന്ദർശിക്കുക. ആ ഗുണ്ടയുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിലേ ആ രീതിയിലോട്ട് നീങ്ങുള്ളൂ. അത് കാലാകാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇദ്ദേഹം ആലപ്പുഴയിലും എറണാകുളത്തും റൂറലും അതുപോലെ പല സ്ഥലങ്ങളിലും 2-3 ജില്ലയിലും തിരുവനന്തപുരത്തും ഒക്കെ ജോലി ചെയ്ത DYSP ആണ്. ഒരിക്കലും ഒരു ഗുണ്ടയുടെയോ, ഗുണ്ട മാത്രമല്ല മോശമായ ക്യാരക്ടറുള്ള ആൾക്കാരുടെ വീടുകൾ ഒന്നും സന്ദർശിക്കാൻ പാടില്ല. അത് ഒരു പോലീസ് ഓഫീസർ ജീവിതം എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. എവിടെ പോയാലും നോക്കും, അങ്ങരെന്തിനാ അവിടെ വന്നത്, ഇവിടെ വന്നത്. അങ്ങനെയുള്ള സമൂഹത്തിലുള്ള കളങ്കിതരായ ഒരാളുമായിട്ട് ഒരു ബന്ധവും പാടില്ല. അവരവരുടെ ജോലി ചെയ്യുക. അങ്ങനെ സമൂഹത്തിലെ ക്രിമിനലായിട്ട് നടക്കുന്നവര്, അവരെയൊക്കെ ക്രമപ്പെടുത്തിയ അവരെയൊക്കെ നിയന്ത്രിക്കുന്ന ചുമതലയാണ്. അവരുമായിട്ട് ചങ്ങാത്തം കൂടാൻ പാടില്ല. അവരുടെ വീട്ടിൽ പോയി ഇരിക്കാൻ പാടില്ല. അവരോട്ട് കാപ്പി കുടിക്കാനോ ചായ കുടിക്കാനോ പാടില്ല. അവരെ ഒരു സഹകരണം സ്വീകരിക്കരുത്. കാരണം അത് ജനം അംഗീകരിക്കത്തില്ല. അത് കോൺട്രാക്ട് റൂളിന് എതിരുമാണ്. ഏതായാലും SI കൃത്യമായിട്ട് അവിടെ ചെന്നു. DYSP ശുചിമുറിയിൽ ഓടിച്ചു എന്ന് മനസ്സിലായി. ഏതായാലും അവിടെ കൂടിയവരെ അറസ്റ്റ് ചെയ്തു. ഫൈസലിനെ അറസ്റ്റ് ചെയ്തു. അയാളുടെ കിച്ചണിൽ ജോലി ചെയ്യുന്ന ആളെ അറസ്റ്റ് ചെയ്തു. DYSPയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഞാൻ DYSP ആണ്, സാബു ആണ്, ഒരു SIക്ക് DYSP അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞ്. DYSPക്ക് അത്ര വിവരമില്ലായിരിക്കും. അറസ്റ്റ് ചെയ്യാം. DGP ആ വീട്ടിലുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യാം. കാരണം ഒരു ആന്റി സോഷ്യൽ എലിമെന്റ് വീട്ടിൽ വന്നു ചേരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, നാട്ടുകാരായാലും ശരി, സുഹൃത്തുക്കൾ, ആരെ വേണേലും അറസ്റ്റ് ചെയ്യാം. അയാൾക്ക് എതിരായിട്ട് ധാരാളം കേസുകളുണ്ട്. 2021 ശേഷം ഫൈസലിനെതിരായിട്ട് കേസില്ല എന്നാണ് പറയുന്നത്. ഏതായാലും പോലീസുകാരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിട്ട് വന്നത്? ഞങ്ങൾ മസിനഗുഡിയിൽ പോയി. ആ മസിനഗുഡിയിലെ ടൂറിസ്റ്റുകളെല്ലാം പോകുന്ന സ്ഥലമാണ്. അവിടെ മുതുമല, നീലഗിരി ഡിസ്ട്രിക്റ്റിലുള്ളതാണ്, തമിഴ്നാട്ടിലെ മുതുമല നാഷണൽ പാർക്കിന്റെ ബഫർ സോണിൽപ്പെട്ട സ്ഥലമാണ്. മസിനഗുഡിയിൽ പലരും പോകും. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. DYSPയും സംഘവും അവിടേക്ക് പോയി പ്രൈവറ്റ് കാറിലാണെന്ന് തോന്നുന്നു.
അതിനുശേഷം വന്നതാണ്. അദ്ദേഹത്തിനെതിരായിട്ട് പല ആരോപണങ്ങളും ഇപ്പം പഴയ കാലത്തെല്ലാം പൊങ്ങി വരികയാണ്. അദ്ദേഹം തട്ടേക്കാട് ഭാഗത്ത് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ അവിടെ അദ്ദേഹം റഷ്യൻ യുവതികളുമായി ആ തട്ടേക്കാട് അവിടെ ഒരു ബോട്ടിൽ യാത്ര ചെയ്തു. എന്നിട്ട് യുവാക്കളും ഉണ്ടായിരുന്നു. ആ റഷ്യൻ യുവതികളും ഡിവൈഎസ്പി സാബുവും കയറിയ ബോട്ട് മുങ്ങി. ഏതായാലും അതിലൊരു യുവാവ് മരിച്ചു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹം എന്തിനാണ് പോകുന്നത്? അവരോടൊപ്പം യാത്ര ചെയ്യുന്നത് എന്താണ്? അതിനൊന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിധിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. പൊതുജനങ്ങൾ ശ്രദ്ധിക്കും, അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ സർവീസിനെ ബാധിക്കും. അങ്ങനെ ക്യാരക്ടർ മോശമായ ഒരാൾ സർവീസിൽ തൊഴാൻ പാടില്ല. അത് സത്യവും നീതിക്ക് വേണ്ടിയിട്ടാണ് പോലീസ് നിലനിൽക്കുന്നത്. അതിനെതിരായിട്ട് സഞ്ചരിക്കുന്നവരെല്ലാം കുഴപ്പത്തിൽ പോയിട്ടുണ്ട്. സമൂഹത്തിൽ നമ്മൾ പലരെയും കാണുന്നുണ്ട്. പലരും ആത്മഹത്യ ചെയ്തു. പല ഡിവൈഎസ്പിമാരും, പല സർക്കിളന്മാരും, പല പോലീസ് ഉദ്യോഗസ്ഥരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഏതായാലും കറപ്ഷന്റെ മേഖലയിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു മാർഗം തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗം എന്ന് ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. അവർക്കിതൊരു പാഠമാണ്. അത് റിട്ടയർ ചെയ്യാൻ 3, 4, 5 ദിവസമേ ഉള്ളൂ. സുരക്ഷിതമായി റിട്ടയർ ചെയ്ത് കുടുംബമായിട്ട് ജീവിക്കേണ്ടതും അതോടൊപ്പം തന്നെ ആ ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന റിട്ടയർമെന്റ് ആനുകൂല്യം കിട്ടിയിട്ട് വീടില്ലാത്തവരാണെങ്കിൽ വീട് വെക്കുക, താമസിക്കുക, റിട്ടയർ ചെയ്ത ഒരു ജീവിതം നയിച്ചു പോകുക. പക്ഷെ അതിനൊക്കെ വിഘാതമായി ഫാഗ് എൻഡിൽ തന്നെ അദ്ദേഹം ഒരു റിട്ടയർമെന്റിന് പോകേണ്ട ആള് 4-5 ദിവസം മുമ്പ് ഒരു സർവീസിലെ ഒരു സസ്പെൻഷൻ വാങ്ങിച്ച് വീണ്ടും അദ്ദേഹത്തിന് പെൻഷൻ ഒന്നും കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. ഇത് ചിന്തിക്കണം എല്ലാ ഡിവൈഎസ്പിമാരും, പോലീസ് ഉദ്യോഗസ്ഥരും, എല്ലാ റാങ്കിലും DGP മുതൽ താഴോട്ട് പലർക്കും പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം പല ആൾക്കാരും ഇതുപോലെ പോയി കുഴുങ്ങിയിട്ടുണ്ട്. കാരണം ആന്റി സോഷ്യൽ എലിമെന്റിന്റെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാവരും നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുന്ന ക്യാരക്ടർ ഇല്ലാത്തവരെ വീട്ടിൽ പോവുക. അപ്പൊ അങ്ങനെ പല പ്രശ്നത്തിൽ പോയി ചാടരുത്. വളരെ ക്ലീൻ ആയിരിക്കണം നമ്മൾ, കുടുംബമായിട്ട് ജീവിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും നല്ല ഓർമ്മ വേണം. ചെയ്യുന്ന പ്രവൃത്തികൾ എടുത്തുചാടിയൊന്നും ചെയ്യരുത്. പല പല സന്ദർഭങ്ങളിൽ നമുക്ക് വീഴ്ച പറ്റും. അത് വലിയ ആഘാതത്തോടെ നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് ഈ എറണാകുളത്ത് ഇപ്പം ഫൈസലിന്റെ വീട്ടില് ചെന്നുപെട്ട DYSP ഏതായാലും പെൻഷൻ ഏതായാലും അടുത്ത കാലത്തെങ്ങും വാങ്ങിക്കില്ല. എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്ന നമ്മൾ കാണുന്നത്. അദ്ദേഹം നേരത്തെ പോയ തട്ടേക്കാട്ടെ സംഭവം ഇപ്പം പൊങ്ങി വന്നു. ആലപ്പുഴയിൽ ക്രൈം ഡിറ്റാച്ച്മെന്റിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹത്തിന് മാന്യമായ ഒരു സെൻഡ് ഓഫ് കൊടുക്കാൻ അവർ പന്തൽ കിട്ടിയത് അത് ഈ സംഭവത്തോട് അവിടെ അഴിക്കുന്ന ദൃശ്യവും നമ്മൾ കണ്ടു. ഏതായാലും SI അഭിനന്ദനം അർഹിക്കുന്നു. കാരണം തൻ്റെ കീഴിലുള്ള ഏത് ആന്റി സോഷ്യൽ എലിമെന്റിന്റെ വീട്ടിലായാലും ആര് വന്നാലും അത് വാച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം SIക്കുണ്ട്. അവർക്കെതിരെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് പോലീസുകാരെ അല്ലെങ്കിൽ അവിടെയുള്ളവരെ അറസ്റ്റ് അവർ ചെയ്ത് നീക്കി. അതോടൊപ്പം തന്നെ DYSP ആയിപ്പോയത് കൊണ്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് ആ വിവരങ്ങൾ അപ്പം തന്നെ അവിടുത്തെ SP കൊടുത്തു. ഏതായാലും സസ്പെൻഷനിലേക്കുള്ള നടപടിയിലേക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഏതായാലും പ്രൈവറ്റ് കാറിൽ തന്നെ 4 പേരും മടങ്ങി എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഏതായാലും ഇനി ഇതൊരു പാഠമായിട്ട് മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കരുതണം. വളരെ സൂക്ഷിച്ചു വേണം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. എപ്പോൾ വേണേലും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങളെ ചതിച്ചെന്നും വരാം. നിങ്ങളെ ചിലപ്പം ഇതുപോലെയുള്ള ട്രാഫിക് കൊണ്ട് ചാടിച്ചെന്നും വരാം. അങ്ങനെയുള്ള ഒരു സ്വീകരണം ഒരു ഹോട്ടലിലായാലും ശരി, തൻ്റെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ താൻ ഇരിക്കുന്ന ഓഫീസിൽ ആഹാരം വരുത്തി കഴിക്കുന്നതല്ലാതെ സമൂഹത്തിലുള്ള ആരുടെയും ഒരു സ്വീകരണവും റിട്ടയർമെന്റ് വരെ സ്വീകരിക്കരുത്. അവരുടെ പാർട്ടി പങ്കെടുക്കരുത്. അതൊക്കെ വളരെ സൂക്ഷിക്കണം. ഒരു കല്യാണത്തിന് തന്നെ പോകുന്നത് ബന്ധുക്കളെ ഒഴിച്ച് ബാക്കിയുള്ളവർ പോകുന്നതും സുരക്ഷിതമല്ല. അതുകൊണ്ട് അപ്രൈറ്റ് ആയിട്ട് ജീവിക്കുന്ന നല്ല പോലീസ് ഉദ്യോഗസ്ഥർ ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് വളരെ ചുരുക്കമായ ഒരു വിഭാഗം ആൾക്കാരാണ് ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പിലേക്കും അവർ കൂടുതൽ പണസമ്പാദനത്തിനും ഇതുപോലെ ആളുകളിക്കാനും ഇമ്മച്ചുറായ ഒരു മനസ്സാണ് അവർക്കെന്നാണ് എനിക്ക് തോന്നുന്നത്.